കേട്ടാ അങ്ങോട്ട് കയറാൻ പോവുകയാണ്. ശരി, സന്തോഷേട്ടാ. ഹലോ ഹലോ, എടാ എന്തായി? ഫസ്റ്റ് നൈറ്റ് ഒക്കെ എന്തായി? ഫസ്റ്റ് നൈറ്റ് ഒക്കെ തുടങ്ങാൻ പോണേ ഉള്ളൂ. മറ്റേ പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? പ്രശ്നമൊന്നുമില്ല. വണ്ടിക്കാരനെ പറഞ്ഞു വിട്ടു. ഇനി പന്തലുകാരന് കൊടുക്കാണ്ട് അത് കൊടുക്കും, കുഴപ്പമൊന്നുമില്ല. അതല്ലത് ഇന്ദിരയുടെ കാര്യം എന്തായെന്ന്? എന്റെ പഴയ ലൈ ഇന്ദിര. ഇന്ദിരയുടെ കാര്യത്തിൽ ഒന്നും പേടിക്കേണ്ട കാര്യം, അതിനുള്ള വഴി ഞാൻ കണ്ടിട്ടുണ്ട്. നീ പച്ചകുത്തി വെച്ചിരിക്കുക, പ്രശ്നമാവും കേട്ടോ. എടാ ഒരു കുഴപ്പമില്ലടാ, ഞാൻ അത് റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന്. ആണോ? അതുകൊണ്ടല്ലേ മറ്റേ വേറെ ഒരിടത്ത് പോയത്. എനിക്ക് ഇത് വെച്ചിട്ട് പോയാണ്. ചുമ്മാ ആവശ്യമില്ലാതെ കിടന്ന് വിളിച്ചു. ആദ്യം എങ്ങനെ ഇപ്പൊ തുടങ്ങും? ഈ സിനിമയിലും ടി വിയിലൊക്കെ മാത്രമേ നമ്മൾ ഈ ആദ്യരാത്രി കണ്ടിട്ടുള്ളത്. എങ്ങനെ തുടങ്ങുന്നത്? ചക്കരെ ചക്കര എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയതൊന്നും. പൊന്നെ പൊന്നെന്ന് വിളിച്ചാൽ ഭയങ്കര ഭയങ്കരയായി പോകും. ഭവതി ഭവതി അങ്ങനെയല്ല. കരളെ ഫിക്സ്. കരളെ 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 കരളെ. ആദ്യം ഇങ്ങനെ ഇപ്പൊ തുടങ്ങും. ചരളെ കരളും ചങ്കും എല്ലാം കൂടെ ഒരുമിച്ച് കയറി വന്നാ പെട്ടെന്നായി പോയി. കരളേന്ന് വിളിച്ചതാ. ഈ പാലാഴി കടഞ്ഞു തീർന്നെങ്കിലേ ആ പാലിങ് വരും, ഇല്ലെങ്കിൽ അത് തൈരാവും. പിന്നെ ചൂട്. അയ്യോ, മുഴുവൻ കുടിക്കല്ലേ? പകുതി എനിക്കുള്ളതാ. എനിക്ക് അറിയത്തില്ല, ഞാൻ ആദ്യമായിട്ടാ. മറ്റേത് വേറെ ചീറ്റി പോയാൽ അല്ല, വേറെ ഇല്ല, അങ്ങനെ ഇല്ല. हे अजनबी तू भी कभी आवाज दे कहीं से, ये अजनबी तू भी कभी आवाज में कहीं से, मैं यहाँ तू कीड़ो. ആഹല്ല, ഇതൊന്ന് തൂക്കിയിടോ. ഇതങ്ങോട്ട് തൂക്കിയിടോ. തൂക്കിയിട്ടല്ലേ ബാക്കി കാര്യങ്ങൾ നടക്കും. അതുകൊണ്ടാ ഇവിടെ വെക്കാം ചേട്ടാ. ഇരിക്കൂ. സിംഗിൾ ആണ്, നമുക്ക് ഡബിൾ ആക്കാം. കട്ടില്ലേ? എന്തോന്ന്? എനിക്ക് നാണാ. എനിക്കാണെങ്കിൽ നാണമാനം ഇല്ലാത്തവൻ. അല്ല, എനിക്ക് പിന്നെ നാണമുണ്ട്, പക്ഷെ ഞാൻ ഉള്ളിൽ ഒതുക്കിയാണ് നിർത്തുന്നത്. അങ്ങനെ ഒരു കഴിവുണ്ട്. പിന്നെ നോക്കട്ടെ. പിന്നില്ല, സൂചി വല്ലതും കൂടെ മതിയാ? എന്തിനാ പിന്നു വേണോന്ന് പറഞ്ഞു കുത്താൻ? അയ്യോ, അതല്ല, എനിക്കെന്താ വിളിക്കണ്ടെന്ന് അറിയാത്തോണ്ട് പിന്നേന്ന് വിളിച്ചത്. രാജേട്ടൻ. ഓ രാജനല്ല, തെന്മല രാജൻ. തെന്നല്ലേ രാജേട്ടാ? അല്ല, അവിടെ എണ്ണ പോയിട്ട് തെന്നല്ലേന്ന് പറഞ്ഞതാ. ഇവിടെ വെള്ളം പറയാ? ഇല്ല, ഉണ്ട്. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ തെന്നല്ലേന്ന്. പക്ഷെ ഞാൻ അങ്ങനെ ഇങ്ങനെയൊന്നും വീഴൂല. അതെല്ലേ? അങ്ങനെയുള്ള കഴിവുണ്ട് എനിക്ക്. ഇരിക്കേട്ടാ. വീണ്ടും അതെ, ഇന്ന് നമ്മുടെ അതിരാത്രിയല്ലേ? അപ്പൊ നമുക്ക് നേരം വെളുക്കണവരെ സംസാരിച്ചോണ്ടിരിക്കാം. നേരം വെളുക്കുന്നവരെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഫോൺ പോലെയായിരുന്നു. അപ്പൊ ബാക്കി കാര്യങ്ങളൊക്കെ? ബാക്കി എന്താ? എനിക്ക് ഉറക്കം വരും, അതുകൊണ്ടാണ്. അതായിരുന്നു. പിന്നെ ഇന്ന് മുതൽ നമ്മളെ സാമ്പത്തിക ജീവിതം തുടങ്ങാൻ പോയി. ദാമ്പത്യ ജീവിതമല്ലേ? ദാമ്പത്തികം വേണമെങ്കിൽ സാമ്പത്തികം വേണമല്ലോ. ഇതെല്ലാം എന്റെ മണ്ടയിലല്ലേ? അത് വേണം, അത് വേണം. അതെ, ചേട്ടൻ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? ഇഷ്ടം പോലെ പ്രേമിച്ചിട്ടുള്ളവന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ കൂട്ടുകാരന്മാരൊക്കെ ഭയങ്കര പ്രേമമാണ്. അവന്മാരൊക്കെ ഓരോരുത്തർക്കും ഓരോരോ പ്രേമങ്ങളാണ്. എനിക്ക് അങ്ങനെയൊന്നുമില്ല. ഞാനൊരു കാര്യം വന്നപ്പോ തൊട്ട് ചോദിക്കാണെന്ന് ചോദിച്ചാണ്. അവിടെ വീടിന്റെ അവിടെ, ചേട്ടന്റെ വീടിന്റെ അവിടെ ഒരു വലിയ ഫോട്ടോ ഉണ്ടായിരുന്നില്ലേ? അത് നോക്കി ചേട്ടൻ കരഞ്ഞില്ലായിരുന്നോ? എന്തിനാ കരഞ്ഞേ? അയ്യോ, പിന്നെ കരയാണോ? സോറി, ഞാൻ ഇപ്പൊ ഇമോറലായി പോയി. അതിനെന്താ പറയല്ലോ, ഇമോഷണൽ. അത് തന്നെ, അതാവും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അതെന്റെ ഗ്രാൻഡ് ഫാ ആണ്. ഉപ്പൻ ഭയങ്കര ഇഷ്ടം തന്നെ. അദ്ദേഹത്തെ കണ്ടാ ഞാൻ വളർന്നത്. അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഒരു പ്രകൃതി സ്നേഹിയായിരുന്നു. പുഴകളെ അദ്ദേഹം ഒരുപാട് സ്നേഹിച്ചു. എല്ലാ കാര്യങ്ങളും നോക്കിക്കാണുന്ന ഒരു മനുഷ്യനായിരുന്നു. വീട്ടിനടുത്തൊരു പുഴയുണ്ട്, അതിനടുത്തൊരു കുറ്റിക്കാടുണ്ട്. അദ്ദേഹം പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പുറകിൽ നിന്ന് മലവെള്ളം ഒന്ന് എടുത്തുകൊണ്ട് പോയി തീർന്നു. അപ്പൊ
കിട്ടിയില്ലേ? അപ്പൂപ്പന്റെ ബോഡിയും കിട്ടി, അക്കരക്കരെ കുളിച്ചുകൊടുന്ന സുഗന്ധിയുടെ സോപ്പോട്ടിയും കിട്ടി. മരിച്ചെങ്കിലും എന്റെ അപ്പൂപ്പൻ സുഗന്ധിയുടെ സോപ്പോട്ടി ഇന്ന് പിടിവിട്ടില്ല. സുഗന്ധിയുടെ സോപ്പോട്ടിയും അദ്ദേഹത്തിന്റെ ബോഡിയും ഒരുമിച്ച് ദഹിപ്പിച്ചു. ശുഭം. സാരല്ല കേട്ടോ, വിഷമിക്കണ്ട. ദൈവം നല്ലവരൊക്കെ നേരത്തെ വിളിക്കുന്നാണല്ലോ പറയണേ. ഇത് വിളിച്ചാലല്ലോ, ചെന്ന് കയറി കൊടുത്തില്ലേ? സോറി, അല്പം ഇമോറലായി പോയി. ഇമോഷണൽ എപ്പോഴും അത് കിട്ടുന്നില്ല. അതാ സാരമില്ല. അതെ, ചോദിക്കുന്നോണ്ടൊന്നും തോന്നരുത്. പൈസ ആണെങ്കിൽ ചോദിക്കല്. ഒരു പൈസ അല്ല ഞാൻ കൊടുത്ത് എല്ലാവർക്കും കൊടുത്തിട്ട്. അയ്യോ, പൈസ അല്ല. ചേട്ടന്റെ ആദ്യത്തെ ഭാര്യ എങ്ങനെയാട്ടാ ഒഴിഞ്ഞു പോയത്? ഞാനെന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ഫോർവേഡാണ്, സ്ട്രെയിറ്റ് തിങ്കർ. ഞാനൊരു തുറന്ന പുസ്തകമാണ്. ഭാര്യമാരെന്ന് പറഞ്ഞാൽ പക്ഷിയെ പോലെയാണ്. അവരെ കൂട്ടിനകത്തിട്ട് വളർത്തരുത്, ശരിയാ. തുറന്നു വിടണം. അവർക്കും സ്വാതന്ത്ര്യം വേണ്ടേ? ഞാൻ തുറന്നു വിട്ടു, ആ പക്ഷി എങ്ങോട്ടോ പറന്നുപോയി, പിന്നെ വന്നതേ. സാരമില്ല, പോട്ടെ, അതൊക്കെ വിട്. അതെ, നേരത്തെ ചേട്ടൻ പാട്ട് പാടിയില്ലായിരുന്നോ? അപ്പോഴേ എനിക്ക് മനസ്സിലായി ചേട്ടൻ വലിയ ഗായകനാന്ന്. ഒരു പാട്ട് പാടോ? ചുമ്മാ അപ്പുറം ഇപ്പുറം ഒക്കെ ആൾക്കാരുണ്ട്, കേൾക്കും. സാരില്ല, പതുക്കെ പാടിയാ, എനിക്ക് കേൾക്കാൻ മാത്രം പാടിയാ. ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാട്ട് പാടിക്കഴിഞ്ഞാൽ ആ പൗപ്പ പോലെ ഇങ്ങനെ ചപ്പിളി ചിപ്പിളി എന്ന് പറഞ്ഞ് പാടിക്കളയാറില്ല. പിന്നെ എങ്ങനെ? അർത്ഥം മനസ്സിലാക്കിയേ പാടും. ഇരിക്കും. പാട്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ ഇപ്പൊ പറഞ്ഞു, എള്ളുള്ളേരി എള്ളുള്ളേരി മാനിനങ്കേലേ. അയ്യോ, നല്ല പാട്ട്. മാനിനങ്കേലേ. ഈ പാട്ടിന് അർത്ഥമുണ്ട്. ഭയങ്കര അർത്ഥമില്ലേ? അർത്ഥം കേട്ടാ കരഞ്ഞു. എങ്ങനെയൊന്ന് പാടിയാട്ട്? അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എള്ളുള്ളേരി എള്ളുള്ളേരി മാനിനങ്കേലേ. ഈ എള്ളുള്ളേരി എള്ളുള്ളേരി എന്ന് പറഞ്ഞ ഒരു സൈസ് മഞ്ഞ കായാണ്. അത് മാനിന് കൊടുക്കണ കായാണ്. എള്ളുള്ളേരി എള്ളുള്ളേരി മാനിനങ്കേലേ, വീരാച്ചിപ്പേട്ട കയ്യ മാനിനങ്കേലേ. ഈ പുല്ല് ഇവിടെ വന്നത്, അതായത് വീരാച്ചിപ്പേട്ടയിലെ ടുണ്ടുകയ്യ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ സൈന പറഞ്ഞ കാ ഉള്ളത്. വീരാച്ചിപ്പേട്ട അറിയാവോ? ഇല്ല. അത് തലശ്ശേരി ചെന്നാൽ എപ്പോഴും ബസ് കിട്ടും. അവിടെ അങ്ങോട്ട് ഞാൻ ഈ പോകുമ്പോ കൊണ്ടുപോകാം കേട്ടാ. വീരാച്ചിപ്പേട്ട ടുണ്ടുകയ്യ മാനിനങ്കേലേ. മാനിനങ്കയുടെ തങ്കച്ചി മത്തുമ്പളാത്തുണ്ടേ. മാനിനങ്കയുടെ തങ്കച്ചി. തങ്കച്ചി എന്ന് വെച്ചാൽ എന്താ? തങ്കച്ചി അനിയത്തിയാണല്ലോ. മത്തുമ്പളാത്തുണ്ടേ. ഈ തുമ്പളാത്തുണ്ടേ മനസ്സിലായില്ല. തുമ്പളാത്തുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നും. അല്ല, ഇതിന് അർത്ഥം വേണമല്ലോ. അത് എഴുതി വെച്ചാൽ ആവശ്യമില്ല ചോദിക്കാൻ. അകലബന്ധ ബാബുജി ഇകലബന്ധ ബാബുജി എന്താ പാവെ കൊണ്ടാടും ഹേനിന്ത ഹെലിപ്പാടും. മനസ്സിലായില്ല. അകലെയുള്ള ബാബുജിയുടെ കയ്യിലാണ് ഈ പറഞ്ഞ മഞ്ഞ കായിരിക്കുന്നത്. അത് ഇകലെയുള്ള ബാബുജിനെ കൊണ്ടു കൊടുക്കണം. എന്താ പാവെ കൊണ്ടാടും ഏനിന്ത ഹെലിപ്പാടും. വർക്കല ഹെലിപ്പാട് കൊണ്ടുവന്നല്ലേ ഇവരിത് കൊടുത്തത്. അതിന്റെ കാര്യമാണ് ഈ പറയണത്. ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് എന്നെ വെറുതെ പ്രാന്തെടുപ്പിക്കുന്നത്. നല്ലൊരു ദിവസമല്ലേ ഇരുന്നത്. ചൂടാവല്ലേ? ചൂടായല്ല, അതൊക്കെ പോട്ടെ. ഇന്നു മുതൽ നീയാണ് എന്റെ കവിതയും ഭാവനയും എല്ലാം. അങ്ങനെയാണെങ്കിൽ ഇന്ന് മുതൽ ചേട്ടനാണ് എന്റെ സോളമനും അലക്സും മാത്തുകുട്ടിയും എല്ലാം. ചേട്ടൻ നേരത്തെ പറഞ്ഞ കാവ്യം രചനയൊക്കെ അതൊക്കെ ഞാൻ കാവ്യാത്മകമായി പറഞ്ഞു. ഞാനും കാവ്യാത്മകമായിട്ട് പറഞ്ഞത്. കാവ്യാത്മകത്തിന്റെ ഇടയിൽ ആരുടെ ഈ സോളമൻ വന്ന് കയറിയത്? ഈ സോളമന്റെ മുന്തിരിത്തോപ്പ് ഒന്ന് കേട്ടിട്ടില്ലേ? സോളമന് മുന്തിരിത്തോപ്പല്ലല്ലോ, റബ്ബറും കാടിലൂടെ 2 ഏക്കർ. സോളമന്റെ റബ്ബറും കാടല്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ. ഒരെണ്ണം പോയതിന്റെ ചൂടെടുക്കണം. ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. അയ്യോ, ഇതെന്താ? അയ്യോ, പച്ച കുത്തിയത്. നോക്കട്ടെ. അല്ല, ഒന്നുമില്ലെന്ന്. പച്ച കുത്തിയത് അല്ല, നോക്കട്ടെ. കാണോ? ഇങ്ങനെ നോക്കട്ടെ. കാണും. ഇന്ദിരാഗാന്ധി, ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. ഇന്ത്യയുടെ ഉരുക്ക് വനിത ഇന്ദിരാഗാന്ധി. ഞാൻ എന്റെ അമ്മയെ സ്നേഹിക്കുന്നു, എന്റെ പെങ്ങളെ സ്നേഹിക്കുന്നു. കാരണം അവർ സ്ത്രീകളാണ്. സ്ത്രീകളെ ഞാൻ എന്നും ബഹുമാനിക്കും. എന്റെ ഒരു ഭാഗ്യം. ഇതുപോലെ സ്ത്രീകളെ ബഹുമാനിക്കുന്ന ഒരാളെ എനിക്ക് ദൈവം തന്നല്ലോ. ഞാനും അങ്ങനെയാണ് ചേട്ടാ. എനിക്ക് ഈ രാഷ്ട്രീയക്കാരെ ഭയങ്കര ഇഷ്ടമാണ്. ഇത് കണ്ടില്ലേ? രാഹുൽ ഗാന്ധി. ഇത് കണ്ടോ? രാജീവ് ഗാന്ധി. ഇത് കണ്ടോ? സഞ്ജയ് ഗാന്ധി. ഇനി ഒന്നുണ്ട്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? എല്ലാവർക്കും കൊള്ളാം. അടങ്ങി ഒതുങ്ങി ജീവിച്ചോണം. എന്റെ സ്വഭാവം മാറ്റരുത്. മനസ്സിലായോ? കീറിയെങ്കിൽ തയ്ക്കണം. അതല്ല, എന്റെ പേരാ കീരി രാഘവൻ. എന്റെ പേര് കേട്ടാ കട്ടപ്പന കിടുകിട വിറയ്ക്കും. രാഘവനെന്നല്ലേ പേര്, അല്ലാതെ ഐസ് കട്ടയെന്നല്ലല്ലോ കിടുകിടാന്ന് വിറപ്പിക്കാൻ. ഓപ്പി എടുത്തായിരുന്നോ? ഇതിന്റെ ആളായിരുന്നു.
സാധനം വേണമെങ്കിൽ പയ്യന്മാരെ അടുത്ത് പറഞ്ഞ് നമുക്ക് എടുപ്പിക്കാം. ടച്ചിങ്സിന് എന്തെങ്കിലും സാധനം റെഡി ആക്കിയാൽ മതി. സെറ്റ് എന്ത് പറഞ്ഞു? എന്തോന്ന് കുപ്പി എടുക്കണ കാര്യമല്ലേ പറഞ്ഞ? ചീട്ട് എടുക്കാൻ ഞാൻ ഇവിടെ ചീട്ട് കളിക്കാൻ വന്ന. എടോ തനിക്ക് മരുന്ന് എഴുതാനുള്ള തുണ്ട് എടുത്തായിരുന്നോന്ന്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇത് ആരാശുപത്രിയാണ്? എന്റെ ഇവിടെ മരുന്ന് തരുന്ന ആരാണ്? ഇത് എഴുതിയത് ആരാണ്? പിന്നെ നിങ്ങൾക്ക് അങ്ങ് ചെയ്താൽ പോലെ എല്ലാം കൂടെ എന്റെ മണ്ടേ കൊണ്ടിടുന്നത്. ആക്ച്വലി താൻ എന്തിനാ വന്നത്? അത് ശരി, ഇവിടെ റേഷനരിയും മണ്ണെണ്ണ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അത് മേടിക്കാൻ വന്നത്. പല്ലുവേദന പെണ്ണുപിള്ള പല്ലെടുക്കാൻ വന്നത്. പല്ലുവേദന കാണിക്കാൻ വന്നയാണോ? കൂടുതൽ വർത്താനം വേണ്ട, അവിടെ ഇരിക്കെ. ഇവിടെ ഇരിക്കാൻ അതൊക്കെ പറയും. ഞാൻ ഗുണ്ടാണ്. ഇല്ല നിങ്ങൾക്ക് അങ്ങനെ പറയാം. ഞാൻ ഇവിടെ നിന്ന് വാ തുറന്നു കഴിഞ്ഞാൽ ഈ നാട്ടുകാർ മൊത്തം പറഞ്ഞോണ്ട് നടക്കൂലി. കീരി രാഗം ഒരു പെണ്ണിന് മുമ്പ് വായും പൊളന്നോണ്ടിരിക്കണം. തന്റെ പല്ലുവേദന കാണിക്കാൻ വന്നയാണോ? തന്റെ പല്ലുവേദനയ്ക്കുള്ള മരുന്നെടുത്ത് എന്റെ പല്ലി വെച്ചാൽ തന്റെ വേദന മാറോ? ഇല്ലല്ലോ. അപ്പൊ തുറക്ക്, നന്നായിട്ട് തുറക്കൂ. കുറച്ചുകൂടി തുറക്കൂ. നന്നായിട്ട് തുറക്കൂ. നിങ്ങൾ അവിടെ നിന്നാണ് ചികിത്സിക്കണം. എന്റെ വായിന്റെ അകത്ത് കയറിയ ചികിത്സിക്കണം വലിച്ചു കീറാൻ വേണ്ടിട്ട്. മിസ്റ്റർ രാഘവൻ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ മാത്രമല്ല പേഷ്യന്റ്, പുറത്ത് വേറെ ആൾക്കാരുണ്ട്. എന്നെ മെനക്കെടുത്തിക്കരുത്. എനിക്ക് വയ്യ പല്ലൊന്ന് റെഡിയാക്കി. തനിക്ക് ഇങ്ങനെ ജംഗ്ഷനിൽ പോയിരുന്ന അട്ടകത്തിക്കാനുള്ള പറ്റുന്നില്ല, അതുകൊണ്ടല്ലേ. അപ്പൊ വായ അടച്ച് മിണ്ടാതിരിക്കണം. മുറുക്കുണ്ടോ? മുറുക്കില്ല. വേണമെങ്കിൽ ഒരു പ്ലം കേക്കിന്റെ പകുതി ടെച്ചിങ്സിന് കൊണ്ടുവന്നു. എടോ അതല്ലെന്ന്, വെറ്റ മുറുക്കുണ്ടോന്ന്. വെറ്റ മുറുക്കും ഞാൻ കിട്ടിയാ ഞാൻ മുറുക്കും. മുറുക്കാൻ പാടില്ല. ആര് പറഞ്ഞു മുറുക്കാൻ പാടില്ലെന്ന്? ഒരു കുഴപ്പമില്ല. നല്ല തളിൽ വെറ്റയും നല്ല പാകം കിട്ടിയാൽ നല്ല അടിപൊളിയായിട്ട് ചുമച്ച് നല്ല ചുമച്ചമാ തുപ്പിയിടാം. ഇതാ നിങ്ങളുടെയൊക്കെ പ്രശ്നം. അവിടെ ഇരിക്കും. വീണ്ടും ഇരിക്കണം. എനിക്ക് വയ്യ. എന്ത് പാടോ ഇത്? നന്നായിട്ട് തുറക്ക്. കീറാൻ പറ്റത്തില്ല. കെട്ടിയതാണോ? കെട്ടിയില്ല. വേണമെങ്കിൽ നമുക്ക് നോക്കാം. നമ്മളൊക്കെ ബന്ധക്കാരെ വേണമെങ്കിൽ പറഞ്ഞു വിടായിരുന്നു. എടാ പല്ല് കെട്ടിയതാണോന്ന്? പല്ല് കെട്ടിയായിരുന്നു. അത് ഇന്നാളൊരു ദിവസം പല്ല് കെട്ടിയായിരുന്നു. ഇന്ന് ഇളക്കിയപ്പോ ആട്ടം ഉണ്ടോ? എന്ത് കറിയെന്ന്? ഡിസിക്കാർ കൊണ്ടുപോയി. എന്തോന്ന്? ഒരു ആട്ടയും ഉണ്ടായിരുന്നു, ഒരു പിക്കപ്പും ഉണ്ടായിരുന്നു. രണ്ടെണ്ണം പിടിച്ചോണ്ടോ. എന്റെ പൊന്ന് രാഘവ, പല്ലിന് ആട്ടം ഉണ്ടോന്നാ ചോദിച്ചത്. പല്ലിന് നല്ലോലാണ്. ഞാൻ നിങ്ങളെ മുമ്പ് ആട്ടിക്കൊണ്ടിരിക്കണ കണ്ടുകൊണ്ട് എനിക്ക് വയ്യാത്തുണ്ടല്ലോ. പിന്നെ നല്ല നീരുണ്ടല്ലോ. എങ്ങനെയാ സംഭവിച്ചത്? അന്നൊരു കറുത്ത വാവായിരുന്നു. കറുത്ത വാവെന്ന് പറയുമ്പോ വെളുത്ത വാവിന്റെ തലേ ദിവസം പോലെ രാജാക്കാട് എന്ന് പറഞ്ഞ ഭയങ്കരമായ ഒരു കാടുണ്ട്. കേട്ടിട്ടുണ്ടോ? ഞാൻ ബോണക്കാട് കേട്ടിട്ടുണ്ട്. എനിക്ക് അല്പം വില്ലത്തരമൊക്കെ ഉണ്ടെങ്കിലും ഈ വടംവലിയിൽ അസക്തനായിരുന്നു ഞാൻ. ഭയങ്കരമായ വടംവലി ആശാനാണ് ഞാൻ. അങ്ങനെ ഞാൻ രാജാക്കാട് രാത്രി വടം വലിച്ചിട്ട് ഇങ്ങോട്ട് വന്നപ്പോ സ്ഥലം SI എന്നെ പിടിച്ചു നിർത്തി. എന്നിട്ട് എന്റെ അടുത്ത് ചോദിച്ചു, എവിടെ പോണ്ടാ? ഞാൻ പറഞ്ഞു വലിക്കാൻ പോണം. ചെവിക്കലും മുളക ഒറ്റയടി. തന്റെ സംസാര രീതി ശരിയല്ല. ഞാൻ അങ്ങനെ പെട്ടെന്ന് പറയുമ്പോ എങ്ങനെയെങ്കിലും ഒന്ന് അടിച്ചിളക്കി വിട്ടാ. ഇതിന് വേറെ വല്ല മരുന്ന് വല്ലതും വാങ്ങിച്ച് കഴിച്ചായിരുന്നോ? വേറെ ഹോസ്പിറ്റലിൽ കാണിച്ചായിരുന്നോ? ഡോക്ടർ മരുന്ന് തന്നോ? പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ഞാൻ കൊണ്ട് കാണിച്ചായിരുന്നു. അപ്പൊ അവിടെ ചെന്നപ്പോ അവിടുത്തെ ഡോക്ടർ പറഞ്ഞ് ഇത് വല്ലാത്തൊരു അസുഖമാണ്. ഈ അസുഖത്തിനെ പറയുന്നതെന്ന് പറഞ്ഞാൽ ട്രിപ്പിലാന്തസ് കുന്തിയാന ലിലി ബ്ലാബിൽസി എന്ന് പറയുന്ന വലിയൊരു അസുഖമാണെന്ന്. മെഡിക്കൽ സയൻസ് ഇതുവരെയായിട്ട് ഇതിനുള്ള മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. മെഡിക്കൽ സയൻസ് ആര് അന്തം വിട്ടിരിക്കുകയാണ്. ഇന്ത്യ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് 5:30 മണി വരെ ഇങ്ങനെ നോക്കിയോണ്ട് എന്നാ മതിയാ? പിന്നെ എന്റെ പല്ലടിച്ചളകണ്ടേ? അത് ചെയ്യാതെ. ഞാൻ ഡോക്ടറാണ്. താ ഇവിടെ പല്ല് കാണിക്കാൻ വന്നതാണ്, മനസ്സിലായോ? തനിക്ക് ഇവിടെ ട്രീറ്റ്മെന്റിൽ ഇറങ്ങണം. മാഡം ഒന്നിങ്ങ് വരണം. അതെ, ഈ മെഡിക്കൽ ഡിഗ്രി കൈ കിട്ടുമ്പോൾ നിങ്ങളൊക്കെ എടുക്കുന്ന ഒരു പ്രതിജ്ഞയുണ്ട്. ഹിപ്പോക്രാറ്റ്സോ I swear my Apollo physician that I will use the treatment according to my ability and judgment. മനുഷ്യനെ ശുശ്രൂഷിക്കേണ്ട ആദര ശുശ്രൂഷകൻ മനസ്സിൽ സൂക്ഷിക്കേണ്ട കൽപ്പനകളിൽ ഒന്ന്. അതിൽ ഒരെണ്ണം പോലും അറിയാത്ത നിങ്ങളെ പോലെ ഉള്ളവരാണ് ഇതുപോലെയുള്ള മെഡിക്കൽ പ്രൊഫഷനെ തരം താഴ്ന്ന ഇറച്ചി കച്ചവടമാക്കി മാറ്റുന്നത്. സോറി, എന്റെ ഭാഗത്ത് തെറ്റുണ്ട്. പേഷ്യന്റിനോട് ഇങ്ങനെ പെരുമാറാൻ പാടില്ല. രാഘവ, നിങ്ങളുടെ പ്രശ്നം എന്താണെന്നറിയാവോ? നിങ്ങളുടെ ബ്രഷിംഗ് ശരിയല്ല. അല്ല, എന്തെന്നറിയാമോ? ഈ സൈഡ് അങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ട്. എവിടെ? ഈ സൈഡ്. അതെ, നന്നായിട്ട് വാ തുറക്കണം കേട്ടോ. അത്ര പറ്റും. അതാണ്. എന്തോന്ന് വാ തന്നെ? ഇവിടെയാണോ? ഈ സൈഡ്. ആ പല്ല് കാണാൻ പറ്റുന്നില്ല. കാണാൻ പറ്റുന്നില്ല. അത് എന്റെ ആയിരിക്കും. നിങ്ങൾ അങ്ങനെ കാണണം. നീര് വന്നിട്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല. അതല്ല ഞാൻ ദാണ്ട് ഈ സൈഡ് നിങ്ങളെ പോലെ ഇവിടെ. ഇവിടെയാണോ? ഇവിടെ ദാണ്ട് ഈ സൈഡ്. അതല്ല, ഇവിടെ ഇരിക്കാൻ കാണിച്ചില്ല. ഞാൻ പറഞ്ഞ ഏതെന്നറിയാമോ? ദാണ്ടെ തന്റെ ഈ സൈഡുള്ള പല്ലിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇത് മൊത്തം പോയി കിടക്കണല്ലേ? മുട്ടായില്ലോ? ചോക്ലേറ്റ് ഇഷ്ടമാണ്. എന്നാ കംപ്ലീറ്റ് പോയി. ആ സൈഡ് ഇല്ല, പല്ലേ ഇല്ല. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഒരു മരുന്ന് എഴുതി തരാം. താഴത്തെ കടയിൽ നിന്ന് മേടിച്ചാൽ 1 വീതം 3 നേരം, ഭക്ഷണത്തിന് മുമ്പും പിമ്പും. ഓക്കെ, ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ
ആര് ഡോക്ടർ ആണോ? ഇരിക്കാവിടെ മര്യാദക്ക്. വന്നപ്പോ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുക. അവിടെ ഇരിക്കേ. താങ്കളുടെ പ്രശ്നം എന്താണെന്നറിയാവോ? ബ്രഷിംഗ് രീതി ശരിയല്ല. ആണ് ഞാൻ പറഞ്ഞു. ഞാൻ ബ്രഷ് ഉപയോഗിക്കൂല. ഞാൻ മാവല വെച്ചല്ലേ പല്ലി വെക്കണം. എനിക്കങ്ങനെ ഇങ്ങനെ പറഞ്ഞത്. രാഘവ, അങ്ങനെയൊന്നും ചെയ്തൂടാ. മാവിലേക്ക് വെച്ച് ബ്രഷിംഗ് ചെയ്ത് കഴിഞ്ഞാൽ പല്ലിന്റെ ഇനാമൽ നഷ്ടപ്പെടും. ചുടട്ടായിട്ട് പല്ലി വെക്കണം. എനിക്ക് ഇവിടെ ഇനാമൽ. മിസ്റ്റർ രാഘവൻ, മെഡിക്കൽ സയൻസിൽ കണ്ടെത്തിയിട്ടുള്ളത് എന്താണെന്നറിയാവോ? ഒരു മനുഷ്യൻ ദിവസം 2 നേരമെങ്കിലും ബ്രഷിംഗ് ചെയ്യണമെന്നാണ്. അങ്ങനെ ചെയ്യുന്നുണ്ട് എന്റെ അപ്പൂപ്പൻ. ദിവസം 2 കൈ കൊണ്ടാണ് അദ്ദേഹം പല്ലി വെക്കുന്നത്. അറിയാവോ? ബാബുവല്ല, സോമൻ. 10 വർഷത്തെ ഡെന്റൽ കരിയറിൽ ആദ്യമായാണ് ഞാൻ ഇങ്ങനെ ഒരു വ്യക്തിയെ കുറിച്ച് കേൾക്കുന്നത്. പറയൂ, അദ്ദേഹം എങ്ങനെയാണ് 2 കൈ കൊണ്ട് പല്ല് തേക്കുന്നത്? അദ്ദേഹം എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേക്കും, എന്നിട്ട് ഇടത്തെ കൈ കൊണ്ട് സെറ്റ് പല്ല് ഊരിയങ്ങ് എടുക്കും, എന്നിട്ട് വലത്തെ കണ്ട് അങ്ങനെ തേച്ചം കൊടുക്കും. പാവം, ഇപ്പൊ അദ്ദേഹം നിർത്തി. അതെന്താ? ഈ ബ്രഷിന്റെ ഒരു നാരൊന്ന് ഇളവിയോണ്ട് അദ്ദേഹം നിർത്തി. ഒരു നാരല്ലേ ഇളകിയുള്ളൂ? ആകപ്പാടെ ഒരു നാരേ ഉണ്ടായിരുന്നുള്ളൂ അതിൽ. പിന്നെ അങ്ങനെ മോനെയൊക്കെ അങ്ങനെ നോക്കട്ടെ. രാഘവ, വിഷമിക്കണ്ട. ഇതിനൊക്കെയാണ് ഞങ്ങളുടെ കമ്പനി പുതിയ പ്രോഡക്റ്റ് ഇറക്കിയിട്ടുണ്ട്. ഇതാണ് അത്. ഇതിൽ എന്തൊക്കെ അടങ്ങിയിരിക്കുന്നെന്ന് അറിയാമോ? അടങ്ങിയിരിക്കുന്നേ കരയാമ്പൂ. എന്റെ പല്ലെടുക്കാൻ പോണേ നിങ്ങൾ എന്തിനാ കരയാൻ പോണത്? അയ്യോ, ഞാൻ കരയുന്നല്ല. ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള സാധനങ്ങളുടെ പേരാ. കരയാമ്പൂ, ചന്ദനം, കുന്തിരിക്കം, കർപ്പൂരം. ഇതെല്ലാം കൂടെ എന്റെ വായിലിട്ട് ഹോമം നടത്താൻ പോണം. അറിയാൻ വേണ്ടിക്കൊണ്ട് ചോദിക്കുന്നത്. എന്റെ പല്ല് കിടക്കല്ലോ. ഇതൊക്കെ നിങ്ങളുടെ